പാരവരമ്പത്തിലൂടെ പോരണം ഒരു ബൈക്ക് പോകണം. ഈ നടത്തം കണ്ട് നടന്നിട്ട് നീ ഷാനോടന്നൂർക്ക് മഞ്ഞ പേരടിച്ച വീട്ടിലോട്ട് പോരണം. ഇങ്ങനെയാണ് ചോദിക്കുക, അല്ലാതെ എനിക്ക് ഇങ്ങനല്ലത് നമ്മളൊരു നൈസായിട്ട്. അനുമോളുടെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഭയങ്കര കരച്ചിലാണ്. ഒബ്വിയസ്ലി അതാണ് ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. പോസിറ്റീവ് എന്ന് പറയുന്നത് വാരിക്കോരി കൊടുക്കും എല്ലാവരും. എടാ പോടാന്ന് വിളിക്കാൻ പറ്റാണ്ട് നീ ആരാ ജഡ്ജിയോ? എടാ പാടാ നിന്നെ വിളിക്കാൻ പാടില്ലേ? എന്താ എടാ പോടാ, നിന്നെ എടാന്ന് വിളിക്കൂടാ, നിന്നെ എടാന്ന് വിളിക്കും. കള്ളന്മാരെടാന്ന് വിളിക്കും, കള്ളത്തരം പറയുന്നവരെ എടാ പോടാന്ന് വിളിക്കും. അതിനെന്താ നിനക്ക് റെസ്പെക്ട് ചെയ്യണം? പീനൽ കോഡിൽ, ഇന്ത്യൻ പീനൽ കോഡിലുണ്ട് നിന്നെ റെസ്പെക്ട് ചെയ്യണമെന്ന്. ബിഗ് ബോസ് മലയാളം സീസൺ 7 വിജയി ആരാണ് എന്നറിയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി. ഗ്രാൻഡ് ഫിനാലേക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകരെല്ലാം. ബിഗ് ബോസ് മലയാളം സീസണിന്റെ ലൈവ് ജിയോ ഹോട്ട്സ്റ്റാർ ശനിയാഴ്ച രാത്രി 9 മണിയോട് തന്നെ അവസാനിച്ചിരുന്നു. അതിനു മുൻപ് ഫൈനൽ 5 കണ്ടസ്റ്റന്റ് ഹൗസിലെ അവസാന നിമിഷങ്ങൾ ആസ്വദിക്കുന്ന വീഡിയോകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. അനീഷും ഷാനവാസും തോളത്ത് കൈയിട്ട് ഹൗസിനുള്ളിലൂടെ നടക്കുന്ന സമയം അനുമോൾ കടന്നു വരുമ്പോഴുള്ള ഇവരുടെ ഡയലോഗാണ് രസകരം. പാടവരമ്പത്തിലൂടെ എന്ന പാട്ടും പാടിയാണ് അനീഷിനോടൊപ്പം ഷാനവാസ് നടന്നു വരുന്നത്. ഈ സമയം അനു ഇവരുടെ അടുത്തേക്ക് വരുന്നു. പോരുന്നോ, ഞങ്ങൾ ഒരു വഴിക്ക് പോവുകയാണ് എന്ന് അനുവിനോട് ഷാനവാസ് പറഞ്ഞു. എവിടേക്ക് എന്ന് അനു ചോദിച്ചപ്പോൾ അനീഷിനെ ഷാനവാസ് ഒരു നിമിഷം നോക്കി. അനുവിന്റെ അടുത്ത് നിന്ന് ഷാനവാസിനെ വലിച്ചു കൊണ്ടുപോകാൻ അനീഷ് നോക്കി, പക്ഷെ പറ്റിയില്ല. പോകുന്നത് കോടന്നൂർക്കാണ്. ആ മഞ്ഞ പെയിന്റ് അടിച്ച് വീട്ടിലേക്ക് പോരുന്നു എന്ന് ഷാനവാസ് അനുവിനോട് ചോദിച്ചു. ഇത് കേട്ട് മൈൻഡ് ആകാതെ അനു നടന്നുപോയി. പിന്നാലെ അനീഷ് വിവാഹ അഭ്യർത്ഥന നടത്തിയ വിധത്തെ ഷാനവാസ് ഒന്ന് ട്രോളി. ഇങ്ങനെയാണ് ചോദിക്കേണ്ടത്, അല്ലാതെ എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നല്ല പറയേണ്ടതെന്ന് അനീഷിനെ കളിയാക്കിക്കൊണ്ട് ഷാനവാസ് പറഞ്ഞു. കഴിഞ്ഞ കാര്യങ്ങൾ എന്തിനാണ് എടുത്തിടുന്നത് എന്ന് ചോദിച്ച് ഷാനവാസിനെ കാലുകൊണ്ട് ഇടിക്കുകയാണ് നമ്മുടെ അനീഷ്. എന്തായാലും വളരെ രസകരമായിട്ട് തന്നെയാണ് ഷാനവാസ് ഇവിടെ ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചത്. നമുക്കറിയാലോ, അനീഷും അനുമോൾ കോംബോ വലിയ രീതിയിൽ ചർച്ചയായ ഒന്നാണ്. എന്തായാലും ഈ ഒരു കോംബോ നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലെങ്കിലും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം കേട്ടോ. ഹനീഷ് പ്രപ്പോസ് ചെയ്ത വിധമൊക്കെ നമ്മളെ ഏഷ്യാനെറ്റ് പല രീതിയിൽ നമുക്ക്, അതായത് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചതാണ്. അതൊക്കെ വളരെ രസകരമായിട്ടാണ് നമുക്ക് തോന്നിയത്. എന്തായാലും അനീഷ് പ്രപ്പോസ് ചെയ്തതിനോട് അനുമോള് നോ എന്ന് പറഞ്ഞതും അതും വലിയ രീതിയിൽ ചർച്ചയായതാണ്. എന്തായാലും നമ്മുടെ ഗ്രാൻഡ് ഫിനാലേക്ക് മുൻപുള്ള അവസാന ദിവസമാണ് ഇവിടെ. അപ്പം അതുകൊണ്ട് തന്നെ ഷാനവാസിനോട് അനീഷ് പറയുകയാണ്, എനിക്ക് ഇവിടെ നിന്ന് പോകണ്ട എന്നാണ്. ഞാൻ മിക്കവാറും നിന്നെ ആ പെട്ടിയിൽ ചവിട്ടിക്കൂട്ടി പാക്ക് ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും എന്നാണ് ഷാനവാസിന്റെ മറുപടി. ആ മഞ്ഞ സോഫയിൽ ഇരുന്നുള്ള ഇവരുടെ സംസാരങ്ങൾ മിസ് ചെയ്യുമെന്നാണ് വീഡിയോക്കിടയിൽ ഇവരുടെ ഫാൻസും പറയുന്നത്. ബിഗ് ബോസ് മലയാള ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു കോമണറാണ് ഈ ഒരു വേദിയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അനീഷ് വിജയിക്കണം എന്നാണ് ഭൂരിപക്ഷം ആരാധകരും ചിന്തിക്കുന്നത്. വോട്ടിങ്ങിൽ അനീഷിന് നല്ല വോട്ട്സ് ഉണ്ടെങ്കിലും നമ്മുടെ അനുമോളിന് ശക്തിയായിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ്. ഇതിനിടയിൽ അനുമോളാണ് കപ്പ് തൂക്കി എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. അനീഷും അനുമോളും മുന്നിട്ട് നിൽക്കുന്നതിനോടൊപ്പം തന്നെ അക്ബർ 3ാം സ്ഥാനത്ത് എത്തിയേക്കാം. അതുപോലെ ഷാനവാസ്, നെവിൻ എന്നിവർ യഥാക്രമം 4, 5 സ്ഥാനങ്ങളിലായിരിക്കും എന്നുള്ള റിപ്പോർട്ടുമുണ്ട്. അതിലെ നെവിൻ കൺഫേമായി 5ാം സ്ഥാനത്തേക്ക് നെവിൻ എത്തിയിട്ടുണ്ട്. 4ാം സ്ഥാനത്തേക്ക് അക്ബർ ആണോ ഷാനവാസ് ആണോ എന്നറിയില്ല. മിക്കവാറും ഷാനവാസ് ആവാനാണ് ചാൻസ്. 50 ലക്ഷം രൂപയാണ് ബിഗ് ബോസ് മലയാളം ടൈറ്റിൽ വിന്നറെ കാത്തിരിക്കുന്നത്. എന്നാൽ ഇത്തവണ വിജയിക്ക് ഈ തുക പൂർണ്ണമായിട്ട് ലഭിക്കില്ല. മുൻ സീസണുകളിൽ ഉണ്ടായിരുന്ന മണി ബോക്സ് ടാസ്ക് പകരം ഇത്തവണ അവതരിപ്പിച്ച ബിഗ് ബാങ് വീക്ക് ടാസ്കുകളിലൂടെ മത്സരാർത്ഥികൾ നേടിയ ആ ഒരു തുക ഗ്രാൻഡ് പ്രൈസിൽ നിന്ന് കുറയ്ക്കും. ഈ കുറവുകൾക്ക് ശേഷം 1ാം സ്ഥാനം നേടുന്ന മത്സരാർത്ഥിക്ക് ലഭിക്കുക 45.4 ലക്ഷം രൂപയാണ്. കൂടാതെ സമ്മാന തുകയ്ക്ക് നികുതിയും, അതായത് 30% ബാധകമാകും. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ നൂറ എവിക്റ്റ് ആയ കാര്യം. ടോപ്പ് 5 എത്തേണ്ട മത്സരാർത്ഥികളായിരുന്നു നൂറയും ആതിരയും 6ഉം 7 എന്നുള്ള ആ ഒരു പൊസിഷനിൽ നിന്ന് ഇറങ്ങിപ്പോയതിന്റെ മെയിൻ കാരണം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. റീ എൻട്രി ചെയ്ത ആളുകൾ തന്നെയാണ് ഇതിന് മെയിൻ കാരണം. പ്രത്യേകിച്ച് നമ്മുടെ ശൈത്യയും ബിൻസി ഇവരൊക്കെ വന്നപ്പോൾ തന്നെയാണ് നൂറയും ആദിലയും അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തുവിട്ടത് അല്ലേ. അല്ലെങ്കിൽ അനുമോളുമായിട്ട് ഇത്ര വലിയ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്ന ഇവർക്ക് പെട്ടെന്ന് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് വില കൊടുക്കാത്ത രീതിയിൽ അനുവിനേക്ക് എന്താ പറയുന്നത് അങ്ങ് ഒറ്റപ്പെടുത്തി എന്തൊക്കെ ഒരു
നാടകങ്ങളാണ്, നാടകീയ സംഭവങ്ങൾ തന്നെയാണ് നമ്മൾ ആ ഒരു ഹൗസിൽ കണ്ടത്. എന്തായാലും ഇത് BB പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ചുമ്മാതിരുന്നില്ല, അവരവരുടെ പ്രതികരണം വോട്ടിങ്ങിലൂടെ തന്നെ അറിയിച്ചു. അങ്ങനെ ആദില എവിക്റ്റായി, പിന്നാലെ നൂറായും എവിക്റ്റായി. അല്ലെങ്കിൽ ടോപ്പ് 5 അല്ലെങ്കിൽ ടോപ്പ് 3 തന്നെ കാണേണ്ട ആളുകൾ തന്നെയായിരുന്നു ആദിലയും നൂറ്, എക്സ്പെഷ്യലി നൂറയുടെ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്ത ഒരു വ്യക്തിയാണ് നൂറ. നല്ലൊരു ഗെയിമർ തന്നെയായിരുന്നു നൂറ. എനിക്ക് തോന്നുന്നു മിക്ക ടാസ്കുകളിൽ ടോപ്പർ തന്നെയായിരുന്നു നൂറ. വിജയി ആരാണെന്ന് അറിയാൻ ഒരു ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ ആരായിരിക്കും വിന്നർ എന്ന് തുറന്നു പറയുകയാണ് നൂറ ഇപ്പോൾ. ആദ്യം നെവിൻ, അല്ലെങ്കിൽ അനീഷ്, അല്ലെങ്കിൽ ഷാനവാസ് വിന്നർ ആകണമെന്ന് പറഞ്ഞ നൂറ കണ്ണടച്ച് ഒരാളെ പറയാൻ പറഞ്ഞപ്പോൾ അനുമോളുടെ പേരാണ് പറഞ്ഞത്. ആദില പോയ ശേഷമുള്ള ആ ഒരു ഫൈറ്റ് താൻ ഏറ്റവും ഡൗൺ ആയി പോയതെന്നും നൂറ പറഞ്ഞു. അനുമോള് കപ്പെടുത്തോട്ടെ എന്ന് വരെ വിചാരിച്ചു പോയി. ഒരു കാര്യവുമില്ലാതെ കരയുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ നെഗറ്റീവ് തോന്നും. വീട്ടിലെ നല്ല ഗെയിമർ അനീഷേട്ടനാണ്. വീട്ടിലെ കാലുകുത്തിയ ദിവസം മുതൽ അദ്ദേഹത്തിന്റെ ഗെയിം ഉണ്ടായിരുന്നു എന്നും നൂറ പറഞ്ഞു. ചേട്ടന്റെ ഒരു നെഗറ്റീവ് ഞാൻ പറയാം. നെഗറ്റീവ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഒരാളുടെ ക്ലോസ് ആവുകയാണെങ്കിൽ, അയാൾ തെറ്റ് ചെയ്യുകയാണെങ്കിലും അത് ശരിയാക്കി കാണും. അയാളുടെ എന്ത് തെറ്റും പുള്ളിക്കാരന് ശരിയായിരിക്കും. പിന്നെ പോസിറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ നല്ല ഒരു മനുഷ്യനാണ്, ജെന്യുവിൻ ആണ് ആള്. അക്ബർ നെഗറ്റീവ് എന്ന് പറയുന്നത് പുള്ളിക്കാരൻ കുറച്ച് എന്താ പറയാ, കുത്തിത്തിരിപ്പൊക്കെ ഉണ്ട്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കണ്ണിങ് ആയിട്ടുള്ള ഒരാളാണ്. അനുമോളുടെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഭയങ്കര കരച്ചിലാണ്. ഒബ്വിയസ്ലി അതാണ് ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. പോസിറ്റീവ് എന്ന് പറയുന്നത് വാരിക്കോരി കൊടുക്കും എല്ലാവർക്കും. ഷാനവാസ്ക നെഗറ്റീവ് പറയുകയാണെങ്കിൽ ടു പേഴ്സണൽ എടുക്കും. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും തമാശക്ക് പറയുകയാണെങ്കിലും പുള്ളിക്കാരനെ ഭയങ്കര പേഴ്സണലായിട്ട് എടുക്കും. ഗ്രഡ്ജ് ഹോൾഡ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. പിന്നെ പോസിറ്റീവ് പറയുകയാണെങ്കിൽ പിഞ്ചു കുഞ്ഞിൻ്റെ മനസ്സാണ്. നെവിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് എനിക്ക് തോന്നിയത്, ആള് വാരി വലിച്ച് കഴിക്കുക, ഹെൽത്ത് ഒന്നും നോക്കാതെ. അപ്പോൾ അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. പോസിറ്റീവ് പറയണ ആള് ഭയങ്കര ഓളമാണ്, എന്റർടൈൻമെന്റ്. എന്തായാലും നമ്മുടെ വോട്ടിംഗ് കഴിഞ്ഞ ദിവസം അവസാനിച്ചതോടുകൂടി തന്നെ PR-ന്റെ ആ ഒരു ശല്യം തീരുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇല്ല. നമ്മുടെ ഓൺലൈനില് ഇപ്പോഴും അഖിൽ മാരാറും തൊപ്പിയും തമ്മിലുള്ള വഴക്ക് കടുത്തിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ തൊപ്പി അനീഷിന് വേണ്ടി വോട്ട് ചോദിച്ചത് പൈസ മേടിച്ചിട്ടാണ് വോട്ട് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് അഖിൽ മാരാറിന് തിരിച്ചു മറുപടി നൽകി തൊപ്പിയും രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഇവരുടെ രണ്ടുപേരുടെ അടി, അതായത് തൊപ്പി അനീഷിന് വേണ്ടിയിട്ടും അഖിൽ മാരാർ നമ്മുടെ അനുമോളിന് വേണ്ടിയിട്ടുള്ള ഒരു PR എന്നുള്ള രീതിയിലാണ് ഇവർ തമ്മിലുള്ള അടി നടക്കുന്നത്. അടിയും ഒരിഞ്ഞ വഴക്ക് നടക്കുകയാണ്. അഖിൽ മാരാർ അവസാനം തൊപ്പിയുടെ തന്തയ്ക്ക് വരെ വിളിക്കേണ്ട ഒരു അവസ്ഥ വന്നു. എന്തായാലും നമുക്ക് അതിന്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം. അതിനൊരു എക്സ്പ്ലനേഷൻ വേണം. ആര് പറഞ്ഞു? PR ടീമിൽ ഒരാളെ പേര് പറയൂ. വിനു എനിക്കറിയാലോ. വിനുവിനെ ഒന്ന് കോളിൽ ആഡ് ചെയ്ത്. വിനു ഒന്ന് ഒരു മിനിറ്റ്. എന്താ വിനു നിങ്ങളോട് പറഞ്ഞു ഞാൻ പൈസ വാങ്ങിയത്, ജിൻഡോന്റെ PR ചെയ്യാൻ വേണ്ടി ഞാൻ പൈസ വാങ്ങിയത് വിനു പറഞ്ഞു. ആവശ്യമില്ലാത്ത കാര്യമല്ല നിങ്ങൾ പറഞ്ഞത്. ഞാൻ ബിഗ് ബോസ് കാണാറുണ്ടോ? ഒന്നും നീ നോക്കേണ്ട കാര്യമല്ലോടാ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയടാ. നീ ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പൈസ വാങ്ങി പറഞ്ഞു? വിനു എന്താടാ? എന്ത് ഞാൻ എന്നെ കുറിച്ച് ഇല്ലാത്ത പറഞ്ഞതിന്റെ തെളിവ് ചോദിക്കാനാണ് വിളിച്ചത്. ഞാൻ പനിയായിട്ട് നീ വീഡിയോ ഇട്ടല്ലോ. അനുമോൾക്കുള്ള PR നല്ല വൃത്തിയായിട്ട് ചെയ്തല്ലോ. പനിയാണെങ്കിൽ അത് ചെയ്യാം. ഞാൻ വീഡിയോ കോൾ ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റില്ല. എന്റെ ലൈവ് ആയതുകൊണ്ട് എടുക്കാൻ പറ്റില്ല എന്നാണോ? അല്ല, നീ എന്താ പിന്നെ ഇത് അനുമോളെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഫേസ് കാണിക്കാൻ പറ്റുന്ന നിനക്ക് എന്റെ ലൈവിൽ എന്തുകൊണ്ട് ഫേസ് കാണിക്കാൻ പറ്റില്ല? നീ കിടക്കുക ഇരിക്കുക നീ എന്തേലും ചെയ്യും. നീ ഇതിനുള്ള ഒരു തെളിവ് തന്നിട്ട് പോയാൽ മതി. ഓൻ പറഞ്ഞതാണോ നിന്റെ തെളിവ്? ഈ വിനു ആരാ? വിനു ചിലപ്പോ നിന്റെ ഫ്രണ്ട് ആയിരിക്കും. വിനു ആരാ? വിനു പറയുന്നതാണോ തെളിവ്? നിന്റെ പൈസ മേടിക്കുന്നത് നീ കണ്ടോ? എടാ പൈസ മേടിക്കുന്ന നീ കണ്ടോ? നിന്റെ തെളിവുണ്ടോടാ? എങ്ങനെ ഗെയിം മൊമെന്റോ? അതിന്റെ ആവശ്യം എന്നാ അനുമോളിൽ നീ PR ചെയ്യുന്ന പോലെ എനിക്ക് PR ചെയ്യേണ്ട കാര്യമില്ല. അഖിലെ, ഒന്നാമത്തെ കാര്യം, ഞാൻ ബിഗ് ബോസ് 100 ദിവസം അല്ലല്ല ഞാൻ പറയുന്ന അങ്ങോട്ട് കേക്കടാ. ഞാൻ അങ്ങോട്ട് കേക്കടാ. ബാപ്പ നിന്റെ തന്തേനാണ് ഞാൻ വിളിച്ചത്. നീ എന്താ ബാപ്പാക്കെല്ലാം പറയുന്നത്? നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചില്ലല്ലോ. അഖിലെ, നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചോ? എന്ത് സ്റ്റാൻഡേർഡാണ് നിനക്കുള്ളത്? നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഒരാളെ വിളിച്ചിട്ട് മാന്യമായിട്ട് സംസാരിക്കുമ്പോ അയാളെ തന്തക്ക് വിളിക്കലാന്നോടാ നിന്റെ മാന്യത. ഇതാണോടാ നിന്റെ
സ്റ്റാൻഡേർഡ്? തോക്കുമ്പോ തന്ത കുളിക്കലാണോ നിന്റെ സ്റ്റാൻഡേർഡ്? നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്ന വലിയ കൊളാണ്ടാണല്ലോ. നീ എന്താ മാന്യമായിട്ട് തിരിച്ച് സംസാരിക്കേണ്ടത്? മൊത്തമായിട്ട് കേട്ടു. നീ പറഞ്ഞ ഞാൻ ഹലോ വിനു ബ്രോ, തൊപ്പിയാണ്. അഖിൽ മാരാറിന്റെ ഒരു വീഡിയോ കണ്ടിരുന്നോ? ഞാൻ കഴിഞ്ഞ പോലെ ജിൻഡോക്ക് വേണ്ടിട്ട് PR ചെയ്തത്. ഇൻഫ്ലുവൻസേഴ്സോ? അതൊന്നല്ല. അഖിൽമാരാണ് പറയുന്നത് ഞാൻ ജിൻഡോക്ക് വേണ്ടി കഴിഞ്ഞ കൊല്ലം വോട്ട് ചോദിച്ചത് ജിൻഡോന്റെ കയ്യിൽ ഞാൻ പൈസ വാങ്ങിയിട്ടാണ് വോട്ട് ചോദിച്ചതെന്ന് പറഞ്ഞു. അതിന്റെ തെളിവ് എന്താണെന്ന് ഞാൻ ചോദിച്ചു പറഞ്ഞു വിനു പറഞ്ഞു എന്ന് പറഞ്ഞു. അതിനെന്ത് സത്യാവസ്ഥ ഉണ്ടോ? കേട്ടല്ലോ. തൊപ്പിന്റെ ലൈവില് ജിൻഡോ, അതിനുശേഷം ജയിച്ചതിന് ശേഷം ജിൻഡോ എന്റെ ലൈവിലേക്ക് വന്നു. ഓക്കെ, 10 പൈസ ആ ഗസ്റ്റ് ആയിട്ട് വരുമ്പോൾ വിനു ഞാൻ ഒരു കാര്യം ചോദിക്കാം, ഞാൻ എപ്പോഴാണ് നിന്നെ ആദ്യമായിട്ട് കാണുന്നത്? ജിൻഡോ ആ ലൈവിൽ എന്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ നിന്നെ ആദ്യമായിട്ട് കാണുന്നത്. അച്ഛാ ആണല്ലോ. അഖില് പറഞ്ഞത് അത് നിങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചത് സോർട്ട് ചെയ്തോ? അഖില് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് വിനു പറഞ്ഞു തൊപ്പി പൈസ വാങ്ങിയതാ. അല്ലല്ല, അത് കഴിഞ്ഞിട്ട് പറഞ്ഞു വിനു ബ്രോ. അത് കഴിഞ്ഞിട്ട് ക്ലിയർ ആയിട്ട് അഖിൽമാരാന്ന് പറഞ്ഞു കഴിഞ്ഞ കൊല്ലം ജിൻഡോനെ ആ തൊപ്പി സപ്പോർട്ട് ചെയ്തിരുന്നു. എന്റെ പേഴ്സണൽ ബന്ധങ്ങൾ വെച്ച് ഞാൻ അറിഞ്ഞ കാര്യം അത് പൈസ വാങ്ങിയിട്ട് തൊപ്പി ചെയ്തതാണ്. ഇങ്ങനെ പറഞ്ഞു. അത് നിങ്ങൾ അങ്ങോട്ട് അഖില് നിന്റെ പേരാന്ന് പറയുന്നത്. അഖില് പറയുന്നത് വിനു ആണ് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ പറയുന്നത്. അത് നിങ്ങൾ അങ്ങോട്ട് വിളിച്ച് ക്ലാരിറ്റി. കേട്ടല്ലോ. ഈ അഖിൽ ഒന്നെങ്കിൽ ഞാൻ പറയാം, അഖിൽമാരെ രക്ഷപ്പെടാൻ വേണ്ടി എന്നോട് ഇപ്പൊ കളവ് പറഞ്ഞത്. അഖിൽമാരെ എക്സ്പോസ്ഡ് എല്ലാവരും പറയുന്നുണ്ട്. ഇവിടെ തൊപ്പി പൈസ മേടിച്ചിട്ട് അനീഷിന് വേണ്ടിയിട്ട് വോട്ട് ചോദിച്ചു എന്നുള്ള രീതിയിലാണ് സംസാരം വന്നത്. കാരണം കഴിഞ്ഞ വർഷം ജിൻഡുവിന് PR കൊടുത്തതും അല്ലെങ്കിൽ PR വർക്ക് ചെയ്തത് തൊപ്പിയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ ഇവിടെ തൊപ്പി അതിന് മറുപടി കൊടുക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പരസ്പര ലൈവിൽ തന്നെയാണ് അഖിൽ മാരാറിന് മറുപടി കൊടുക്കുന്നത്.